ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു പണി ഇതാണ്. മോള, വള, മാല, പിന്നെ ക്രാബ്, മുടിക്കെട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക. 2015 മുതലുള്ള മോളെയും എൻ്റെയും വളയും മാലയും ക്രാബ്സും മുടിക്കെട്ട് ഐറ്റംസും ഹെയർ ബാൻഡ് അങ്ങനെയുള്ള പല ഐറ്റംസും ഇതിലുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാൻ തന്നെ കുറേ സമയം വേണം. 6:30 അടുക്കളയിലുണ്ട് കയറി കഴിഞ്ഞാൽ ചായ, ചോറ്, അതിലേക്കുള്ള കറി, ഉപ്പേരി, പപ്പടം, ഫിഷ് അല്ലെങ്കിൽ ചിക്കന്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ക്ലീൻ ചെയ്യാനാണ് വരുന്നത്. ഓരോ ദിവസവും ഓരോ പണിയാണ്. ആ ഒരു പണി തന്നെ എടുത്താൽ തീരൂല. ഇന്നലെ ഇപ്പോൾ ബാത്റൂം ക്ലീനാക്കിയിട്ട് ആ പണി ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പണി ഇതൊന്നൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെക്കാനുണ്ട്. വീടിരുന്നതിന് ശേഷം എല്ലാം അത് ഒരു ബോക്സിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വലിച്ചിട്ട് ഇനി ഇതിൽ കഴുകാനുള്ളത് കഴുകി വൃത്തിയാക്കണം. എല്ലാം ഒന്ന് ക്ലീനാക്കാനുണ്ട്. ഇതിലുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കാനുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു. മോൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. അപ്പോൾ മോളിന്ന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് പട്ടാണിക്കറിയും. പിന്നെ ഇന്ന് ഇവിടെ മീൻ കിട്ടിയത് കണയനാണ്. എനിക്കിഷ്ടമല്ലാത്തൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പിൻ്റെ ഇല, തണ്ട്, പപ്പായ, പച്ചക്കായ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കൂട്ടാനുണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്തു. പണി കഴിഞ്ഞില്ല. കുറേയൊക്കെ ഇങ്ങനെ നന്നാക്കി അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റാണിത്. ഇതിൽ കുറേ ഐറ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ടാവും ഒരു വേസ്റ്റ്. എത്ര ഒഴിവാക്കിയാലും പിന്നെയും വേസ്റ്റ് വരും. ഇത് മാലകളാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഈ ഒരു ബാസ്ക്കറ്റിലാണ് പിന്നെ ക്രാബ്സും മുടിക്കെട്ടും അങ്ങനെയുള്ള ഐറ്റംസ്. ഒന്നും ഉപയോഗിക്കില്ല, വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ. ഇത് അവളുടെ മൂത്താപ്പ, 2 മൂത്താപ്പാർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഞാൻ മേടിച്ചതുണ്ട്. അങ്ങനെ കുറേ ഇതിലുണ്ട്. എന്തോ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇതൊരു പഴയ വള വെക്കുന്ന സ്റ്റാൻഡാണ്. ഇതിൽ കുറേ വള ഉണ്ടായിരുന്നു. കുറേ ഒഴിവാക്കി, കുറേ കൊടുത്തു. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട്. ഇപ്പം അതിൽ മോള് ഉപയോഗിക്കുന്ന അത്യാവശ്യം വളകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉപയോഗിച്ചിരുന്നു കുറച്ചൊക്കെ. ഈ വുഡൻ ബാങ്കിൾ കണ്ടോ? ഇതെനിക്ക് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചെന്നത്, അവിടുത്തെ തൃശ്ശൂർ പൂരത്തിന്. പിന്നെ 2010 വളയാണ് കേട്ടോ. ബാക്കി കുറേയൊക്കെ 2018-19 മേടിച്ചതാണ്. ഇപ്പോൾ പുതിയ വളകൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം മേടിച്ച വളകളാണ് ഈ കാണുന്നതൊക്കെ. സ്കൂൾക്ക് അവൾ വല്ലാതെ ഇതൊന്നും ഉപയോഗിക്കില്ല. കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉപയോഗിക്കാറുള്ളൂ. കഴിഞ്ഞ വർഷം പെരുന്നാൾക്ക് അവൾ സ്കൂളിൽ പുതിയണ്ണായപ്പോൾ മേടിച്ചിരുന്ന വളയാണ്. പിന്നെ ഒപ്പനക്ക് വാങ്ങിയതാണ് ഈ കരിവള. പിന്നെ ഈ ഒരു ബോക്സ് കണ്ടോ? ഈ ഒരു ബോക്സിൽ കുറേ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് അങ്ങനെയുള്ള പ്രായത്തിൽ അവൾ ഇട്ടിരുന്ന വളയാണ്. കുറേ ഒഴിവാക്കി, കളർ വാങ്ങിയതൊക്കെ ഒഴിവാക്കി. ബാക്കി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ഇതിൽ ഞാനൊരു വാച്ചുണ്ട്.
ഞാൻ 2010 ഉപയോഗിച്ചിരുന്നൊരു വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വാച്ച്. പക്ഷേ ഇത് കളറ് പോയി. ഞാൻ പിന്നെ സിംഗിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിൽ പല ഐറ്റംസ് വളകൾ ഇതിലുണ്ട്. ഈ വളകളൊക്കെ ഞാനൊരു വുഡൻ സ്റ്റാൻഡിലാണ് വെച്ചിരുന്നത്. ആ സ്റ്റാൻഡ് കേടുവന്നപ്പോൾ ഞാൻ പിന്നെ ഇതിൽ ഈ ബാസ്ക്കറ്റിലിട്ടു. പിന്നെ ഈ സ്റ്റാൻഡൊക്കെ ഒഴിവാക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ. മുടി സ്ട്രൈറ്റ് ആക്കുന്ന മെഷീനാണ്. മാലകൾ കുറേ ഉണ്ട്. ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.